കർത്താവായ ഈശോയെ, നല്ലൊരു പ്രഭാതം കൂടി തന്ന് അനുഗ്രഹിച്ച നിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ മുൻപിൽ ഇതാ നന്ദിയോടെ ആയിരിക്കുന്നു ഈശോ. ഈ ഒരു ദിവസത്തിൽ ആരോഗ്യത്തോടുകൂടി നിൻ്റെ മുൻപിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുവാൻ അനുവദിക്കുന്ന അനന്ത കാരുണ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു ഈശോയെ. ഈ സമയം ഞങ്ങളെല്ലാവരെയും തിരുമുൻപിലേക്ക് സമർപ്പിക്കുന്നു. ലോകം മുഴുവനുമുള്ള മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വളരെ പ്രത്യേകിച്ച് ഈശോയെ, ഞങ്ങളുടെ ഹൃദയ വയൽ ചാനലിലെ പ്രാർത്ഥനകൾ അനുദിനവും കേട്ടു പ്രാർത്ഥിക്കുന്ന, കമൻറ്റ് ബോക്സിൽ നിയോഗങ്ങൾ എഴുതിയിട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും ഈ സമയം നിൻ്റെ കരങ്ങളിലേക്ക് ഞാനിതാ വെച്ച് തരുന്നു ഈശോ. ഒത്തിരി വേദനകളുള്ള, സങ്കടങ്ങളുള്ള മക്കളാണ് ഈശോയെ ഇവരോരോരുത്തരും. ഒരുപാട് നിയോഗങ്ങൾ, പ്രാർത്ഥനകളൊക്കെ ഇവർക്കുണ്ട് കർത്താവേ. അതെല്ലാം ഞാൻ ഈശോയുടെ മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള മക്കളെ എല്ലാം സമർപ്പിക്കുന്നു. ഇന്നോളം ഈ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുള്ള എല്ലാ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു ഈശോയെ. സകല രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അലർജി രോഗത്താൽ വേദനിക്കുന്ന മക്കളെയൊക്കെ ഓർക്കുന്നു. ത്വക്ക് രോഗങ്ങൾ, സോറിയാസിസ്, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേരിക്കോസ് വെയിൻ മൂലം കഷ്ടപ്പെടുന്ന എല്ലാ മക്കളെയും കർത്താവിൻ്റെ കരുണയ്ക്കായി സമർപ്പിക്കുന്നു. ആമാശയ രോഗങ്ങൾ യേശുനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ക്യാൻസർ രോഗങ്ങളാൽ വേദനിക്കുന്നവരെല്ലാം യേശുവിൻ്റെ നാമത്തിൽ സുഖപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബയോപ്സി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന സകല മക്കളോടും കർത്താവേ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ അത്ഭുതത്തിൻ്റെ സൗഖ്യപ്പെടുത്തുന്ന കരം ആ മക്കളുടെ മേൽ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കിടപ്പ് രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ശരീരങ്ങൾ ബലം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷനുകളൊക്കെ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. സകല രോഗികളിലേക്കും ഈശോയുടെ തിരുരക്തം ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുരക്തത്തിൻ്റെ അഭിഷേകം രോഗികളിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ സമയം പലവിധ രോഗങ്ങളാൽ ആശുപത്രികളിലും ഭവനങ്ങളിലും കഴിയുന്നവർ, ഐസിയുവിൽ കഴിയുന്നവർ, വെന്റിലേറ്ററിൽ കഴിയുന്നവരെല്ലാം സമർപ്പിക്കുന്ന കർത്താവെ തൊടണേ ഈശോയെ. ഓരോ രോഗികളെയും ഓരോ രോഗികളുടെ അരികിലേക്കും കടന്നു ചെന്ന് ഈശോ നീ തൊടണമേ. നിൻ്റെ ആണിപ്പഴുതുള്ള കരങ്ങൾ ആ മക്കളുടെ മേൽ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ. വിവാഹ തടസ്സമുള്ള മക്കളെ സമർപ്പിക്കുന്നു. വിവാഹ തടസ്സങ്ങളൊക്കെ മാറിപ്പോകട്ടെ കർത്താവെ. യുവാക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭവന നിർമ്മാണം പൂർത്തിയാക്കാൻ പറ്റാതെ വേദനിക്കുന്ന മക്കളുടെ ജീവിതങ്ങളിൽ കർത്താവ് ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വന്തമായിട്ടൊരു ഭവനമില്ലാതെ വേദനിക്കുന്ന സകല മക്കളെ ഈ സമയം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക വഴികൾ തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കടബാധ്യതകൾ യേശുവിൻ്റെ ശക്തിയുള്ള നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലക്ഷങ്ങളുടെ കടബാധ്യതയുള്ള മക്കളൊക്കെ ഈ സമയം പ്രാർത്ഥിക്കട്ടെ കർത്താവേ. അവരുടെ കടബാധ്യതകളുടെ മേൽ ഈശോ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജപ്തിയുടെ വക്കിൽ എത്തി നിൽക്കുന്ന കുടുംബങ്ങളൊക്കെ ഈ സമയം അനുഗ്രഹിക്കപ്പെടാനായിട്ട് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർ അനുഗ്രഹിക്കപ്പെടാനായിട്ട് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിൽ സമാധാനം നിറയാൻ പ്രാർത്ഥിക്കുന്നു. അവിഹിത വീഴ്ചകളിൽ കഴിയുന്ന മക്കൾ അതിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു ഈശോ. പരീക്ഷകൾക്ക് വേണ്ടി, പലവിധ പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ മക്കളെല്ലാം നിറയുന്നതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ ബുദ്ധിയെ, മനസ്സിൻ്റെ ചിന്തകളെ പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത് വിശദീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ വേദനിക്കുന്ന സകല മക്കളും ഈ നിമിഷങ്ങളിൽ അനുഗ്രഹിക്കപ്പെടട്ടെ അപ്പാ. ജോലി മേഖലയിലെ തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ എടുത്തു മാറ്റപ്പെടട്ടെ. പുതിയ വഴികൾ അവർക്ക് യേശുനാമത്തിൽ തുറക്കപ്പെടട്ടെ. സാമ്പത്തിക മേഖലകൾ, കൃഷിയിടങ്ങൾ, വരുമാന സ്രോതസ്സുകൾ, ബിസിനസ്സുകൾ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഗർഭിണികൾ, ഗർഭസ്ഥ ശിശുക്കൾ കർത്താവിൻ്റെ സംരക്ഷണം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനാഥര, വിധവകൾ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവെ, ഈ സമയം മക്കൾക്ക് അവരാഗ്രഹിക്കുന്ന നല്ലൊരു സ്കൂളിലോ കോളേജിലൊക്കെ അഡ്മിഷൻ ലഭിക്കുന്നതിനായിട്ട്, ഹയർ സ്റ്റഡിക്ക് വേണ്ടി പോകാൻ ആഗ്രഹിക്കുന്ന മക്കൾ, അവർക്ക് അഡ്മിഷൻ ലഭിക്കുന്നതിനായിട്ട് ഈ സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും അവരുടെ മക്കളെയും കർത്താവെ ഈ സമയം നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആഗ്രഹത്തിൻ്റെ മേലെ, പ്രാർത്ഥനകളുടെ മേലെ നിൻ്റെ അനുഗ്രഹത്തിൻ്റെ കരമുണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുന്നു. പലവിധ സഹനങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന മക്കളെ സമർപ്പിക്കുന്ന ഈശോ, അവരുടെ സഹനങ്ങളെ നിൻ്റെ കുരിശിലെ പീഡകളോട് ചേർത്ത് കാഴ്ചവെക്കുവാൻ, സഹനങ്ങളെ, വേദനകളെ, കണ്ണുനീരിനെ അപ്പ അനുഗ്രഹമാക്കി മാറ്റാനുള്ള കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈശോയെ നിൻ്റെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വൈദികരെയും സന്യസ്തരെയും
അൽമായ സഹോദരങ്ങളെയും വചനപ്രഘോഷകരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന യേശുനാമത്തിൽ എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ലോകം മുഴുവനിലേക്കും ദൈവശക്തി വ്യാപരിക്കട്ടെ. ഇപ്പോൾ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവ പൈതലും യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ജീവിതത്തിലെ നീറുന്ന നൊമ്പരങ്ങൾ യേശുവിൻ്റെ പരിശുദ്ധ സ്നേഹത്താൽ അലിഞ്ഞില്ലാതായി തീരട്ടെ. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ഏകാന്തത അനുഭവിക്കുന്ന, എനിക്കാരുമില്ലല്ലോ എന്നോർത്ത് കരയുന്ന, നീറുന്ന, മാനസികവും ശാരീരികവുമായി തളർന്നു പോയ മക്കളെ കർത്താവേ, ഈ സമയം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭയപ്പെടേണ്ട, കൂട്ടിന് ഞാനില്ലേ എന്ന അങ്ങയുടെ വചനം ആ മക്കൾക്ക് ശക്തിയായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിലാപങ്ങളുടെ പുസ്തകം 2:19 വചനം, രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റുറക്കെ നിലവിളിക്കുക. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ജലധാര പോലെ നിൻ്റെ ഹൃദയത്തെ ചൊരിയുക. നാൽക്കവലകളിൽ വിശന്ന് തളർന്നു വീഴുന്ന നിൻ്റെ മക്കളുടെ ജീവന് വേണ്ടി അവിടുത്തെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക. കർത്താവേ, നിൻ്റെ വചനത്തിൻ്റെ ശക്തി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിച്ച സകല മേഖലകളിലേക്കും ഈ നിമിഷങ്ങളിൽ നിറയാനായിട്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാമേ, ദൈവമാതാവേ, വേദനിക്കുന്ന, കഷ്ടപ്പെടുന്ന, ദുരിതമനുഭവിക്കുന്ന ഈ ലോകമക്കൾക്ക് വേണ്ടി അമ്മ ഈ സമയം പ്രാർത്ഥിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന, ഞങ്ങളുടെ ഈ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിരിക്കുന്ന ഓരോ നിയോഗത്തിൻ്റെ മേലും സ്വർഗത്തിൻ്റെ കരുണയുണ്ടാകുന്നതിനായിട്ട് അമ്മ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.